യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി വളരെയധികം മാനസാന്തരപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയുടെ തെറ്റുകൾ തിരുത്തുവാൻ പ്രപഞ്ചം അവസരങ്ങൾ കൊടുക്കുന്നു. ഇതാണ് നമുക്ക് ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓവറോൾ എനർജി, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പ്ലസ് ലവ് മെസ്സേജസും കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഇതിനോടകം നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഇതിനോടകം കിട്ടിയിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു ന്യൂ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. കാരണം ഇവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഈ പേഴ്സൺ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ മേ ബി വളരെയധികം ഒരു എന്താ പറയുക, ഇരുട്ടത്ത് അല്ലെങ്കിൽ ഇരുട്ടത്താണ് നിന്നിരുന്നത് എങ്കിൽ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു മനസ്സ് അത് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് മേ ബി പണ്ടെപ്പോഴോ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അത് വിട്ടുകളഞ്ഞ കാര്യവും ആയിരിക്കാം. ഓക്കെ, പക്ഷെ എന്താണെങ്കിൽ പോലും പണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത്, അത് പല കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് ആ പണ്ട് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും അത് യൂണിവേഴ്സിലേക്ക് കണക്റ്റഡ് ആയി അത് പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണാ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും അത്രയും സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ചിലപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു വെച്ചതായിരിക്കാം. പക്ഷെ അത് അന്നേരത്ത് തന്നെ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടാതെ ചിലപ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ ആയപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും യൂണിവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പലവരുടെ ദുഃഖം കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനോഭാവമാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നില്ല, നിങ്ങളെ വില കൽപ്പിക്കുന്നില്ല, നിങ്ങളെ തള്ളിപ്പറയുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം നിങ്ങളെ അടിച്ചൊതുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചോ, താഴ്ത്തിക്കെട്ടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചോ, അതൊന്നും നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിഷമിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഡാം ഷുവർ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്താണ് അത് ആ ഒരു സാഹചര്യങ്ങളിലെ ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് വന്നു. പക്ഷെ അത് നിങ്ങളെ ഇപ്പോൾ ഉയർത്തി മാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വേണ്ട, നിങ്ങൾ പോരാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം പോരാ, നിങ്ങൾക്ക് കഴിവില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ പുച്ഛം കാണിച്ച് ഈ പേഴ്സൺ ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതെന്താണ്, ഈ പേഴ്സന്റെ മനസ്സിൽ അത് ചെയ്തു പോയത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അവസ്ഥ ഈ പേഴ്സന് വന്നിട്ടുണ്ട്.
അതായത് പശ്ചാത്തപിക്കുക എന്ന് പറയില്ലേ, ഓക്കെ ചെയ്തു പോയത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ വന്നത്, പാഠങ്ങൾ പഠിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഒരു മോശം സിറ്റുവേഷൻ വന്നത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് ഓരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഒരു പരീക്ഷണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു പരീക്ഷണ കാലഘട്ടം നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ എന്താ പറയാ, ഒരു ബാലൻസ് കൊണ്ടുവരണം. അതുപോലെ എന്താ പറയാ, നിങ്ങളിപ്പോൾ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മാപ്പുകളെല്ലാം തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ലവ് മെസ്സേജസ് നോക്കാം. വൺ ഡേ അവർ ഡ്രീംസ് കം ട്രൂ എന്നാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും സത്യമായി മാറും. ഐ വാസ് ടോട്ടലി ഡ്രീമിങ് ഓഫ് യു ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ രാത്രി പോലും നിന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. ഐ ആക്ച്വലി നെവർ ന്യൂ ഐ കുഡ് ലവ് എനി വൺ ദിസ് മച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ വ്യക്തിക്ക് മറ്റൊരാളെയും സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നല്ല രീതിയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് മാത്രമല്ലല്ലോ, അതിനെ തിരുത്താനും കൂടി നമ്മളെ കൊണ്ട് കഴിയണം. അവിടെയാണ് ഓരോ മനുഷ്യനും വിജയിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.